Hello, good morning, all. So, last class we studied about stresses, total stress, pore water pressure, and effective pressure or effective stress. And when we discuss on that stresses, they are the stresses in a soil under depth H or Z. Okay. So, today we will be discussing on the stresses due to a surface load. അതായത് ഒരു സർഫസ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. പല രീതിയിൽ നമ്മുടെ സ്ട്രെസ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അത് പല ലോഡിനനുസരിച്ച് പല രീതിയിലുള്ള ലോഡിനനുസരിച്ചും സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡയഗ്രാം ചേഞ്ച് ആവും. സോ ദാറ്റ് വുഡ് ബി ദ reason why we study this today. Okay. To analyze problems such as compressibility of soils, bearing capacity of foundations, stability of embankments, and lateral pressure on earth retaining structures, we need to know the nature of the distribution of stress along a given cross-section of the soil profile. അതായത് നമ്മുടെ റിയൽ പ്രോബ്ലംസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, എംബാങ്ക്മെൻറ്റ്, റീറ്റെയിനിങ് സ്ട്രക്ചർ, ഇതുപോലുള്ള ഫോർമേഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ജനറേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ട്രെസ്സസ് പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് നേരത്തെ പഠിക്കേണ്ടതായിട്ട് ഉണ്ട് ബിഫോർ ബിൽഡിങ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ട്രെസ്സസ് പഠിക്കുന്നത്. ഓക്കെ, so when a load is applied to the soil surface, it increases the vertical stress within the soil mass. അതായത് മനസ്സിലായല്ലോ, ഒരു സോയിൽ സർഫസിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വെർട്ടിക്കൽ സ്ട്രെസ്സ് ആ സോയിൽ മാസിനകത്ത് ഇൻക്രീസ് ചെയ്യും. ദീസ് ഇൻക്രീസ് സ്ട്രെസ്സസ് ആർ ഗ്രേറ്റ്ലി ഡയറക്റ്റഡ് അണ്ടർ ദ ലോഡഡ് ഏരിയ ബട്ട് എക്സ്റ്റെൻഡഡ് ഇൻഡെഫിനിറ്റ്ലി ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്തായിരിക്കും, ഇപ്പം നമ്മൾ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ചവിട്ടി, ആ ചവിട്ടുന്നിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് അല്ലേ, അതിന് താഴോട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത്. പക്ഷേ അതിന് തൊട്ട് താഴോട്ട് മാത്രമേ ആ ലോഡിങ് പോകത്തുള്ളൂ? ഇല്ല, ആ ലോഡിങ് വേണമെങ്കിൽ സൈഡിലോട്ടും അതിൻ്റെ ലോഡിങ്ങിൻ്റെ എഫക്റ്റ് പോകാൻ പറ്റും, സൈഡിലോട്ടും കൂടെ. സോ അത് വേരിയേഷൻ ഉണ്ട്. ലോഡിനനുസരിച്ച്, ലോഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചും ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചും അതിൻ്റെ ലോഡഡ് ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും. അത് പല ഡയറക്ഷനിലോട്ട് ലോഡ് വേരി ചെയ്യും. ഓക്കെ, the allowable settlement usually set by building codes may control the allowable bearing capacity. അതായത് ബിൽഡിംഗ് കോഡ്സിനകത്ത് ചില സെറ്റിൽമെൻ്റ് ഉണ്ട്. ഓരോ സോയിലിനും ഓരോ സെറ്റിൽമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സെറ്റിൽമെൻറ്റ് പാടില്ല. ദർ വിൽ ബി എ മാക്സിമം സെറ്റിൽമെൻറ്റ് ഫോർ എ ഡെഫിനറ്റ് ടൈപ്പ് ഓഫ് സോയിൽ. സോ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ അലൗവബിൾ ബെയറിംഗ് കപ്പാസിറ്റി ആയിരിക്കും. ഓരോ സോയിലിനും അതിൻ്റേതായിട്ടുള്ള ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. The vertical stress increase with depth must be determined to calculate the amount of settlement that a foundation may undergo. അതായത് വെർട്ടിക്കൽ സ്ട്രെസ്സിനെ കൊണ്ട് നമുക്ക് എത്രമാത്രം ഒരു സോയിൽ സെറ്റിൽ ചെയ്യും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഫൗണ്ടേഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് വിൽ പ്രൊഡ്യൂസ് സ്ട്രെസ്സസ് ഇൻ ദ സോയിൽ. അതായത് നമ്മൾ എന്തിനാണ് ഒരു ഫൗണ്ടേഷൻ, ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നത്? ആ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ലോഡിനെ ഫൗണ്ടേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യാനാണ്. ഫൗണ്ടേഷൻ വഴി എങ്ങോട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എർത്തിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ലോഡ് ഇൻ ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. ഓക്കെ, ദെൻ ടു അണ്ടർഗ്രൗണ്ട് ടു ദ കോർ. ആൻഡ് അത് കോറിലോട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല, ലോഡിങ്ങിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഒരു 100 kN ലോഡാണെങ്കിൽ ചിലപ്പോൾ അതൊരു 10 മീറ്റർ വരെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് താഴോട്ട് ലോഡ് പോകാനുള്ള എനർജി ആ ലോഡിനില്ല. ഒരു 500 kN ആണെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിലോട്ട് പോയിട്ടായിരിക്കും ആ ലോഡ് അവസാനിക്കുന്നത്. സോ ഈ ലോഡ് മുകളിൽ ഏറ്റവും കൂടുതലും താഴോട്ട് വരുന്നതോറും അത് കുറഞ്ഞു വരും അതിൻ്റെ ഇൻറ്റൻസിറ്റി. ദീസ് സ്ട്രെസ്സസ് വിൽ ഡിക്രീസ് വിത്ത് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലോഡ്. കണ്ടോ, ലോഡിങ്ങിനനുസരിച്ച് ലോഡിങ്ങിൻ്റെയും ഡിസ്റ്റൻസ് കൂടുമ്പോൾ, ലോഡ് തൊട്ടുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. How these stresses decrease depends upon the nature of the soil bearing the load. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സോയിലിൻ്റെയാണ്. അതായത് ദ നേച്ചർ ഓഫ് ദ സോയിൽ.
സാൻഡ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രെസ് എടുക്കുന്ന രീതി മറ്റൊന്നായിരിക്കും. അത് ക്ലേ ആണെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും അതിൻ്റെ സ്ട്രെസ്സിനെ എടുക്കുന്നത്. സോ ദീസ് ആർ ദ ഇൻട്രൊഡക്ഷൻ ഇൻ ദ പാർട്ട് ബി ഓഫ് അവർ മൊഡ്യൂൾ 3, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സോ വിൽ ബി ഡിസ്കസിങ് ഓൺ ദ സ്ട്രെസ് ഡ്യൂ ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ്. അതായത് സ്ട്രെസ്സ് കോൺസെൻട്രേറ്റഡ് ലോഡ് പോലെ വരാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ചവിട്ട് ചവിട്ടുവാണെങ്കിൽ അതൊരു കോൺസെൻട്രേറ്റഡ് ലോഡാണ്. ഞാനൊരു കാല് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ ഇറ്റ്സ് എ കോൺസെൻട്രേറ്റഡ് ലോഡ്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഫുട്ടിങ് നിൽക്കുകയാണ്, ഒരു കോളം ഫുട്ടിങ്, അതായത് ഒരു കോളം എന്ന് പറഞ്ഞാൽ ഒരു തൂണും ഒരു ഫുട്ടിങ്ങും, അതിൻ്റേതായിട്ടുള്ളൊരു ഫുട്ടിങ് കാർ പോർച്ചിൻ്റെ കണ്ടില്ലേ, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനൊരു സ്ലാബായിട്ടൊന്നും കാണത്തില്ല, ഒരു പോയിന്റ് ലോഡായിരിക്കും അല്ലേ, ഒരു പോയിന്റ് ലോഡ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡായിരിക്കും. അതുപോലെ തന്നെ വീൽ ലോഡ്സ്, ഒരു കാർ കിടക്കുകയാണ്, അതിൻ്റെ കാറിൻ്റെ 4 വീലുണ്ട്, 4 വീലിലും ഓരോ ലോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഓരോ പോയിന്റ് ലോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ may be replaced by equivalent point loads provided that the stresses are to be calculated at points sufficiently far from the point of application of the point load. അപ്പോൾ നമ്മുടെ ഈ കോൺസെൻട്രേറ്റഡ് ലോഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഫോർമുലയുണ്ട്. അതായത് ബോസ്നെസ് ഫോർമുലയുണ്ട്, അതായത് ബോസ്നെസ്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നതാണ്. സെക്കൻഡ് വൺ ഈസ് വെസ്റ്റർഗാർഡ്സ് ഫോർമുല, അതും വെസ്റ്റർഗാർഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഫോർമുല ഉണ്ട് നമുക്ക് സ്ട്രെസ് ഡ്യൂ ടു കോൺസെൻട്രേറ്റഡ് ലോഡ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് വേണ്ടി 2 ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ബോസ്നെസ് ഫോർമുല ഫോർ പോയിന്റ് ലോഡ്സ്. സോ ബോസ്നെസ്ക് എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ് ആയിരുന്നു. പുള്ളിയുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഹൈഡ്രോഡൈനാമിക്സ്, വൈബ്രേഷൻ, ലൈറ്റ്, ഹീറ്റ് എന്ന ആ മേഖലകളിൽ പുള്ളിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഇൻ 1885 ബോസ്നെസ്കാണ് ഇതിനെപ്പറ്റി, അതായത് സ്ട്രെസ്സിനെ പറ്റി പഠിച്ച് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. ഇൻ ഹിസ് അസംഷൻ ദ സോയിൽ ഈസ് എ ഹോമോജീനിയസ്, ഇലാസ്റ്റിക് ആൻഡ് ഐസോട്രോപിക് മീഡിയം. അതായത് പുള്ളി പറഞ്ഞത് സോയിൽ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്, അതായത് എല്ലാം ഒരുപോലാണ്, ഇലാസ്റ്റിക് ആണ്, അതായത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന സാധനമാണ്, അതായത് പ്ലാസ്റ്റിക് ആവത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഐസോട്രോപിക് ആണ്, ഇൻ ഓൾ ഡയറക്ഷൻസ് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പം ഈ കാര്യങ്ങളെല്ലാം പുള്ളി അസ്യൂം ചെയ്തു. അതായത് ഏതൊരു തിയറിക്ക് പിന്നിലും കുറച്ച് അസംഷൻസ് കാണും. ഓക്കെ, അത് പുള്ളി അസ്യൂം ചെയ്തു, എന്നിട്ടൊരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, ഫോർ വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു എ കോൺസെൻട്രേറ്റഡ് ലോഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ, ഇതിൻ്റെ അസംഷൻ തന്നെ ഡ്രോബാക്ക് ആയിരുന്നു. അതായത് ഐസോട്രോപിക് ആണ്, ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ശരിയല്ല, കാരണം സോയിൽ എപ്പോഴും ഇലാസ്റ്റിക് ആയിട്ടിരിക്കത്തില്ല. ബിയോണ്ട് എ ലോഡ്, ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ബിഹേവിയർ മാറും. സോ ഈ ബോസ്നെസ്കിൻ്റെ ലിമിറ്റേഷനിൽ കൂടെയാണ് വെസ്റ്റർഗാർഡ് വരുന്നത്. ഓക്കെ, so these are the assumptions. This is important. The soil mass is elastic isotropic, means having identical properties in all directions throughout. Homogeneous, identical elastic properties and semi-indefinite path. ആ ബ്രാക്കറ്റിലുള്ള പഠിക്കണമെന്നില്ല, അത് ജസ്റ്റ് അതിൻ്റെ മീനിങ് ആണ്. അതായത് ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ ഹാവിങ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ ആണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്നാണ്. ഓക്കെ, അത് ബ്രാക്കറ്റിൽ കൊടുത്തത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാണ്. ഓക്കെ, അപ്പോൾ the first assumption was elastic, isotropic and homogeneous. The second assumption is the soil is weightless. Third one, the distribution of Z in the elastic medium is apparently radially symmetrical.
സോ ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇസഡ് അല്ല, സിഗ്മ ഇസഡ് ആണ്. ഓക്കെ, സിഗ്മ ഇസഡ് സ്ട്രെസ്സാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ റേഡിയലി ഡിക്രീസ് ചെയ്യുക ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, റേഡിയലി സിമെട്രിക്കലായിട്ടായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ആ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മുടെ ബേഴ്സൺസ്കി പറഞ്ഞത്. ഓക്കെ, ദ സ്ട്രെസ് ഈസ് ഇൻഫിനിറ്റ് അറ്റ് എ സർഫസ് ഡയറക്ട്ലി ബിനീത്ത് ദ പോയിന്റ് ലോഡ് ആൻഡ് ഡിക്രീസസ് വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ഡെപ്ത്. അതായത് ഇൻക്രീസസ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്ട്രെസ്സിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ്റെ റേഡിയലി ഉള്ള ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിന് തൊട്ട് മുമ്പത്തെ പോയിന്റ് അതാണ് പറഞ്ഞത്. പക്ഷേ സ്ക്വയർ ഓഫ് ദ ഡെപ്തിനെ ഡിക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഈ സ്ട്രെസ്സ് എന്തിനെയൊക്കെ എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ് കൊണ്ടുവന്നത്. സ്ക്വയർ ഓഫ് ദ ഡെപ്തിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആക്കും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ആ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. The last point is, at any given non-zero radius r from the point of application, the vertical stress is 0 at the surface, increases to a maximum value at a certain depth and decreases with depth. അതായത് ഒരു നോൺ സീറോ റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആറിനേക്കാൾ സീറോ വരാത്ത ഒരു റേഡിയസ് ഫ്രം ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ പോയിന്റിൻ്റെ ചുറ്റുമുള്ള റേഡിയസിൽ ദ വെർട്ടിക്കൽ സ്ട്രെസ് ഇസ് 0 അറ്റ് ദ സർഫസ്. അല്ലേ, അറ്റ് ദ സർഫസ് എന്തായാലും അത് 0 ആയിരിക്കും. പിന്നെ താഴോട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു റേഡിയലി അത് ഇൻക്രീസ് ചെയ്ത് താഴോട്ട് വരുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ, ഒരു മാക്സിമം പോയിന്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ, പിന്നീട് താഴോട്ട് പോകുമ്പോൾ ആ റേഡിയലി ഇൻക്രീസ് ചെയ്ത ആ റേഡിയസില്ലേ, അത് കുറഞ്ഞ് അവസാനം ഇല്ലാതാവും. സോ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോസ്നസ്കിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഐസോട്രോപ്പിക് ആണ്, ഹോമോജീനിയസ് ആണ്, അതുപോലെ തന്നെ ഇലാസ്റ്റിക് ആണ്, വെയ്റ്റ്ലെസ് ആണ്, റേഡിയലി ആണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് സിഗ്മ ഇസഡിൻ്റെ. പിന്നെന്താണ്, സ്ക്വയർ ഓഫ് ദ ഡിക്രീസസ് വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ഡെപ്ത്. ദെൻ ഓൺ സീറോ റേഡിയസ് ആണെങ്കിൽ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ്റെ സർഫസിൽ വെർട്ടിക്കൽ സ്ട്രെസ് 0 ആയിരിക്കും. പിന്നെ അത് ഇൻക്രീസ് ചെയ്യും. പിന്നെ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു സർട്ടൺ ഡെപ്ത് കഴിഞ്ഞ് മാക്സിമം അറ്റൈൻ ചെയ്തതിന് ശേഷം ഡിക്രീസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് 5 അസംഷൻസ് ആണ് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പി എന്ന് പറഞ്ഞ ലോഡുണ്ട്, ഇവിടെ ഡി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഈ ഫിഗർ നോക്കുക. ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ക്യൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. പി എന്നൊരു പോയിന്റ് ഉണ്ട്, പി ഓഫ് എക്സ് വൈ സെഡ്. ഒരു 3 ഡയമെൻഷണൽ ജോമെട്രിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സർഫസിൽ ഒരു പോയിന്റ് ക്യൂവിൽ ഒരു പോയിന്റ് ഒയിൽ ക്യൂ എന്ന ലോഡ് ആക്ട് ചെയ്യുകയാണ്. സോ പി എന്നൊരു റേഡിയൽ ഡിസ്റ്റൻസ്, ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പി എന്ന പോയിന്റിലുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ബൈ ബോസ്നസ് സൊല്യൂഷൻ പോളാർ റേഡിയൽ സ്ട്രെസ് അറ്റ് പി ഈസ് ഇതാണ്. പോളാർ റേഡിയൽ സ്ട്രെസ് ആണ് സിഗ്മ ആർ. സിഗ്മ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ ആക്ട് ചെയ്യുന്നത്, സിഗ്മ വൈ എന്ന് പറയുന്നത് വൈ ആക്സിൽ ആക്ട് ചെയ്യുന്നത്, സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിൽ ആക്ട് ചെയ്യുന്നത്. സിഗ്മ ഇസഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് നമ്മൾ വെർട്ടിക്കൽ. ഓക്കെ, വെർട്ടിക്കൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ റേഡിയൽ വേണം. കാരണം ഈ ലോഡ് ഇരിക്കുന്നതും നമ്മുടെ പോയിന്റ് ഇരിക്കുന്നതും റേഡിയലി ആണ് ഇരിക്കുന്നത്. സോ അത് ഡയറക്റ്റ്ലി താഴെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇസഡ് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഡയറക്റ്റ്ലി താഴെ അല്ല. അതായത് പി ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇസഡ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മുടെ കേസ് അത് മാത്രമല്ല, നമുക്ക് പല രീതിയിലുള്ള കേസസ് വരാം പ്രോബ്ലത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം എടുക്കാൻ. ഇത് നമ്മൾ 2 ഡയമെൻഷനിലാണ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് 2 ഡയമെൻഷൻ, ദെയർ ആർ 3 ഡയമെൻഷൻസ്. സോ നമ്മുടെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടൊരു ഇക്വേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ബൈ ബോസ്നസ് സൊല്യൂഷൻ ഇതാണ് പോളാർ റേഡിയൽ സ്ട്രെസ്സിൻ്റെ സൊല്യൂഷൻ. ഇത് നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് ഇത് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഇതാണ് ആ ഇക്വേഷൻ, 3/2 ഇൻറ്റു ക്യൂ ബൈ പൈ ഇൻറ്റു കോസ് ബീറ്റ ബൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആർ എന്ന് പറയുന്നത് പോളാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ഒ ആൻഡ് പോയിന്റ് പി. ഇതാണ് ആർ. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒറിജിൻ ഒയും
നമ്മുടെ പി എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള റേഡിയൽ ഡിസ്റ്റൻസ് അല്ലെ പോളാർ ഡിസ്റ്റൻസിനെയാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എക്സും വൈയും ഇസഡിൻ്റെ ഇവിടെ സ്ക്വയറിൻ്റെ റൂട്ടാണ്. സ്ക്വയറിൻ്റെ റൂട്ടാണ്. ഓക്കെ, സി കണ്ടോ, ഇതിൽ നമുക്കറിയാം എക്സും വൈയും എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് സ്ക്വയറിനെന്ന് പറയുന്നത് സ്മോൾ ആർ സ്ക്വയർ ആണ്. അതും ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നല്ലോണം വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. അതുകൊണ്ട് ഇതാണ് ആർ, സ്മോൾ ആർ. ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ എക്സ്, അപ്പുറത്തോട്ടാണ് വൈ അല്ലേ, അതിൻ്റെ രണ്ടിൻ്റെ കൂടെ റിസൾട്ടൻ്റാണ് സ്മോൾ ആർ. ഈ സ്മോൾ ആറിൻ്റെയും ഈ ഇസഡിൻ്റെ കൂടെ റിസൾട്ടൻ്റാണ് ക്യാപിറ്റൽ ആർ. സോ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സ്മോൾ ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. വൈൽ ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് മറ്റേതിൻ്റെ രണ്ടിൻ്റെ എക്സിൻ്റെ വൈയുടെ റിസൾട്ടൻ്റ് ആയിരിക്കും. ഇനിയും ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് സൈൻ ബീറ്റയും, ബീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, എത്രമാത്രം ആ ലോഡിങ്ങിൽ നിന്ന് ഈ പോയിന്റ് വേരി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ആംഗിൾ, ഈ ആംഗിളാണ് ബീറ്റ, ദിസ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ ബീറ്റ സൈൻ ബീറ്റയും കോസ് ബീറ്റ എങ്ങനെയാണ് പിടിക്കും? അതായത് സൈൻ ബീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇത് 90 ഡിഗ്രിയാണ്. സോ ഈ ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ആർ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആർ, സൈൻ ബീറ്റ കിട്ടി. കോസ് ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലായല്ലോ? ഓക്കെ. സോ നമുക്ക് ആർ ബൈ ആറും അതുപോലെ തന്നെ ഇസഡ് ബൈ ആറും സൈൻ ബീറ്റയ്ക്കും കോസ് ബീറ്റയ്ക്കും കിട്ടി. ഇനിയും സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് സിഗ്മ ആർ ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റയാണ്. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. സിഗ്മ ഇസഡ് ഈക്വൽ ടു സിഗ്മ ആർ ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റ. ഇതിനകത്ത് നമ്മുടെ സിഗ്മ ആറിൻ്റെ വാല്യൂവും കോസ് ബീറ്റയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഡെറിവേഷൻ പഠിക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സിഗ്മ ആറിൻ്റെ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ കോസ് ബീറ്റയുടെ വാല്യൂ ഉണ്ട്. ഇതിൽ കോസ് ബീറ്റ ഉള്ളിടത്തും ഈ വാല്യൂ ഇടുക. അതുപോലെ തന്നെ മറ്റേ സിഗ്മ ഇസഡ് ഈക്വൽ ടു കോസ് ബീറ്റ, സിഗ്മ ആർ ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റ അല്ലേ, അതിനകത്തും കോസ് ബീറ്റയ്ക്ക് വരും ഇസഡ് ബൈ ആർ ഇടുക. അപ്പോൾ അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഡു ഇറ്റ്. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കുക, പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ 3q by 2π ഇൻറ്റു 3q by 2π ഇൻറ്റു കോസ് ബീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ സിഗ്മ ആർ. ഇതിൻ്റെ കൂടെ എന്തിടണം? കോസ് സ്ക്വയർ ബീറ്റ. കോസ് ബീറ്റ എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ ആണ്. അപ്പം കോസ് സ്ക്വയർ ബീറ്റ എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. എന്നിട്ട് ഇവിടെയും ഒരു കോസ് ബീറ്റ ഉണ്ട്, അതിനെ എന്ത് ചെയ്യുക? ഇസഡ് ബൈ ആർ ആക്കുക. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? 3q by 2π ഇൻറ്റു ഇസഡ് ബൈ ആറിൻ്റെ ഹോൾ ക്യൂബ് ആവും, പിന്നെ ഇസഡ് ക്യൂബ് ബൈ r⁵ എന്നാവും അല്ലേ. ഇവിടെ ഒരു ഇസഡ് ഉണ്ട്, ഇവിടെ ഒരു ഇസഡ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഓൾറെഡി ഉണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം ഞാനിതിൽ ചെയ്താൽ ഒരു പരിമിതി ഉണ്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്ത് കാണിക്കാം, നിങ്ങൾ ഐഡിയ കിട്ടുന്നുണ്ടോ നോക്ക്. അതായത് സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ 3q by 2π ഇൻറ്റു കോസ് ബീറ്റ ബൈ ആർ സ്ക്വയർ ആണ്. സിഗ്മ ആർ ഇൻറ്റു കോസ് സ്ക്വയർ ബീറ്റ. അപ്പോൾ എന്താവും? ഇത് രണ്ടും കൂടെ തന്നെ കോസ് ക്യൂബ് ബീറ്റ ആവും അല്ലേ. അപ്പോൾ 3q by 2π ആർ സ്ക്വയർ ഇൻറ്റു കോസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ബൈ ആർ. അപ്പം കോസ് ക്യൂബ് ബീറ്റ എന്ന് പറയുന്നത് ഇസഡ് ക്യൂബ് ബൈ ആർ ക്യൂബ് എന്നാവും. ഓക്കെ, സോ 3q by 2π ഇൻറ്റു ഇസഡ് ക്യൂബ് ഡിവൈഡ് ബൈ r⁵ എന്നാവും. ആവേ. ദെൻ 3q by 2π ഇൻറ്റു, നമുക്കിതിനകത്ത് താഴെ
ഇസഡ് സ്ക്വയറിനെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇസഡ് സ്ക്വയർ ഇട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിൽ ഒരു ഇസഡ് സ്ക്വയർ ഇടണം. സോ അതെന്താവും? Z⁵5 ആവും. സോ Z/R ദ ഹോൾ റൈസ് ടു 5 എന്നാവും. ഓക്കെ, so now our equation is 3³ by 2 pi Z² into Z/R the whole raised to 5. now നമുക്ക് എന്ത് കൊടുക്കണം? 2 pi Z² into Z/R. Z അവിടെ തന്നെ ഇരിക്കട്ടെ. R എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് സ്മോൾ r² പ്ലസ് Z² ആണല്ലോ, ഹോൾ റൈസ് ടു 5. ഇതിൽ നിന്ന് നമ്മൾ ഈ Z-നെ താഴെ കൊണ്ടുവരണം. 3³ by 2 pi Z² into 1 by Z into root of R² plus Z² the whole raised to 5. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരു Z² കൂടെ കോമൺ എടുക്കും. അപ്പോൾ ഇവിടെ Z വരും. അങ്ങനെ ഇത് കട്ടായി പോകും. അപ്പോൾ ഇവിടെ R² by Z² plus 1 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ ഇക്വേഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ റൂട്ടിനെയാണ് 1/2 ആക്കുന്നത്. 1/2 ആക്കും. നമുക്ക് റൂട്ടിനെ ഇപ്പം R² plus Z² the whole raised to 1/2 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണ് ഇവിടെ 5/2 വരുന്നത്. ഹോൾ റൈസ് ടു 5 ആയതുകൊണ്ട് 5/2 വരും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ജസ്റ്റ് മാത്തമാറ്റിക്കലായിട്ടുള്ള ചെറിയൊരു പ്രോസസ്സാണ്, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ അവർ ഫൈനൽ ഇക്വേഷൻ ഈസ് ദിസ് വൺ. ഇത് പഠിക്കണം, കാണാതെയും പഠിക്കണം. കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. ഇത് മാത്രമല്ല, ഇപ്പം നമ്മളിത് പഠിച്ചത് കോൺസെൻട്രേറ്റഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇസഡ് ആക്സിസിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ് ഉള്ളത്. അതുപോലെ തന്നെ ഇനി ലൈൻ ലോഡ് വരും, അതുപോലെ റെക്ടാങ്കുലർ സർക്കുലർ ലോഡ്സ് ഒക്കെ വരും. അപ്പോൾ ഇതിനെല്ലാം ഇക്വേഷൻസ് ഉണ്ട്. എല്ലാം തമ്മിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് പഠിച്ചു വെക്കുക കേട്ടോ. 3³ by 2 pi Z² into 1/1 plus R by Z the whole square into whole raised to 5/2. അപ്പോൾ ഇതിനകത്ത് Q by Z² എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടേം. അതായത് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിനെ ഡിക്രീസ് ചെയ്യുകയും ലോഡിങ്ങിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്ട്രെസ് എന്നാണ് നമ്മുടെ ബോസ്നെസ്ക് അഭിപ്രായപ്പെട്ടത്. പുള്ളിയുടെ അസംഷനിലും ഉള്ള കാര്യമാണ് ഇത് രണ്ടും. ഈ പ്രൊപ്പോർഷണാലിറ്റി സിഗ്മ ഇസഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q by Z². അതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള രണ്ട് ടേംസ്, Qവും ഇസഡും. പിന്നെ റേഡിയൽ ഡിസ്റ്റൻസ് ഉണ്ട് R. അപ്പോൾ ഈ Q by Z² ഒരു ഭാഗത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും കൂടെ നമുക്ക് IB എന്ന് പറയാം. ഈ Qവിനെയും Z² നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേംസിനെ എല്ലാം കൂടെ നമുക്ക് IB എന്ന് വിളിക്കാം. ഓക്കെ, IB. സോ IB ഈസ് ഈക്വൽ ടു 3/2 pi into 1/1 plus R by Z the whole square whole raised to 5/2. അതിനെ പറയുന്ന പേര്, IBക്ക് പറയുന്ന പേരാണ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്, ബോസ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങാനും ക്വസ്റ്റിന് ബോസ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റോട് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യത്തിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിച്ചാൽ മതി. Q by Z² ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ സ്ട്രെസ് ഡ്യൂ ടു പോയിന്റ് ലോഡ് ബൈ ബോസ്നെസ് അനാലിസിസ് അല്ലെങ്കിൽ ബോസ്നെസ് ഫോർമുല. ഓക്കെ, സോ അറ്റ് ലാസ്റ്റ് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. പുള്ളി അസംഷനിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് ലോഡിന് പ്രൊപ്പോർഷണൽ ആണെന്നും സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡെപ്ത് സ്ക്വയർഡ് ആണെന്നും Q by Z². ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഇൻ ദ റേഷ്യോ R by Z. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ 3 കാര്യങ്ങളും ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ബിസിനസ് തിയറി വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ പോയിസൺസ് റേഷ്യോ മ്യൂ എന്ന് പറയുന്നതാണ് പോയിസൺസ് റേഷ്യോ. അതുപോലെ തന്നെ ഇലാസ്റ്റിക് മോഡുലസ് E. ഓക്കെ, ഇതുപോലുള്ള നമ്മുടെ കോൺസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് മോഡുലസും പോയിസൺസ് റേഷ്യോയും ഈ ഒരു ഇക്വേഷനിൽ ഇല്ല. മെയിൻലി നമ്മുടെ സോയിൽ എടുക്കുന്ന സമയത്ത് അത് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇലാസ്റ്റിക് ആണെന്ന് പറയണമെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് കൊണ്ടുവരണം. അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽ പ്രോപ്പർട്ടീസാണ് ഈ ഇലാസ്റ്റിക് മോഡുലസും പോയിസൺസ് റേഷ്യോ ഒക്കെ.
അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ജസ്റ്റിഫയബിൾ ആണെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്തൊരു ലിമിറ്റേഷൻ എന്നൊക്കെ പറയാം. ആ ഇക്വേഷനിൽ ഈ സംഭവങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ആ ജോമെട്രിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം, ഇത് മതി. സോ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ് നോക്കുന്നത്. അത് ഹൊറിസോണ്ടലി ഉണ്ട്, വെർട്ടിക്കലി ഉണ്ട്, ഐസോബാറും ഉണ്ട്. അപ്പം 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ബൊസ്നെസ് തിയറിയാണ് പഠിച്ചത്. ബൊസ്നെസ് തിയറിയുടെ അസംഷൻ പഠിച്ചു, അതിനുശേഷം അതെങ്ങനെ അതിൻ്റെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തതെന്നും പഠിച്ചു. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമുക്ക് നിങ്ങളുടെ സിലബസിൽ വെസ്റ്റർഗാർഡ്സ് ഇല്ലെന്ന് തോന്നുന്നു. സോ ബൊസ്നെസ്ക് മാത്രം പഠിച്ചാൽ മതി. യൂഷ്വലി യൂസ് ചെയ്യുന്നതും ബൊസ്നെസ്ക് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാലും ലിമിറ്റേഷൻസ് ഇത്രയേറെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യുന്നത് ബൊസ്നെസ്ക് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.